ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 8 ശുക്രൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കടക രാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഗുരു ശുക്ര യോഗം, ലക്ഷ്മി നാരായണ യോഗം കർക്കടക രാശിയിൽ വരുന്നു. എന്തായിരിക്കും ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ജൂൺ 8 ശുക്രൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കടക രാശി എന്ന് പറയുമ്പം തന്നെ കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയാണ്, സുഖസ്ഥാനമാണ്. അപ്പോൾ അവിടേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. ആ സുഖസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. ഗുരുവും ശുക്രനും ആ സുഖസ്ഥാനത്ത് യോഗം ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രൻ സുഖസ്ഥാനത്തേക്ക് രാശി മാറുമ്പോൾ, പ്രത്യേകിച്ച് ആ സുഖസ്ഥാനം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ആ ചന്ദ്രൻ്റെ രാശിയിലേക്ക്, അതായത് ജലതത്വ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുമ്പം പൊതുവേ നമുക്ക് ശരീരത്തിലെ ജലാംശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രനും ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശരീരത്തിലെ സെമൻ, അതുപോലെ ഈ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. അപ്പം ശുക്രൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള, വളരെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ്. ചന്ദ്രൻ മാതൃകാരകനാണ്. അപ്പോൾ ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ്, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ്, അനുകമ്പ, വാത്സല്യം, ഇവയൊക്കെ ഈ ശുക്രൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകാം. അപ്പോൾ പൊതുവേ നമുക്ക് കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിലേക്കാണ് വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ്, കുടുംബത്തിൽ സുഖം, സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ഈ ശുക്രൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗുരുശുക്രയോഗം കർക്കടക രാശിയിൽ വരുന്നത് പ്രത്യേകിച്ച് ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശി മാറ്റവും ഗുരുശുക്രയോഗവും എങ്ങനെ എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യം മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ധനഭാവാധിപനാണ്, അതുപോലെ 7ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ 8 അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 4 വരെ ആ ശുക്രൻ 4ാം ഭാവരാശിയിൽ സുഖസ്ഥാനത്ത് ഉണ്ടാകും. അവിടെ ഈ 4ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ ഗുരുവും ശുക്രനുമായിട്ട് 4ാം ഭാവരാശിയിൽ യോഗം വരുന്നുണ്ട്. ലക്ഷ്മി നാരായണ യോഗം എന്ന ഒരു യോഗം ആ പ്രത്യേകിച്ച് പതനസ്ഥാനത്ത് 4 ഈ കൂറുകാർക്ക്, മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും വരികയാണ്. അപ്പം പൊതുവേ നമുക്ക് ഇപ്പോൾ 7 ശനിയുടെയൊക്കെ ദോഷം ഉള്ളവർക്ക് വളരെ ആശ്വാസമുണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ആ ശുക്രൻ്റെ 4ലെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് 4ലെ ശുക്രന് ദിഗ്ബലമുള്ള സമയം കൂടെയാണ്. അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമായിട്ടുള്ളൊരവസ്ഥയാണ്. കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ നമുക്ക് വീട് പുതുക്കുന്നതിനായാലും, പുതിയ വീട് വാങ്ങുന്നതിനായാലും, അതുപോലെ വാഹനം, ഇവയെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ, ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ഈ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ്, ഇവയൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് നമുക്ക്. അതുപോലെ തന്നെ ജീവിത പങ്കാളി, 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ആ 4ാം ഭാവരാശിയിൽ വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായിട്ട് പൊതുവെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൽ അറ്റാച്ച്മെൻറ്റ്,
അതുപോലെ കുടുംബത്തിലെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ നമുക്ക് ഭൗതിക നേട്ടത്തിൻ്റെ ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പം ആ ഗുരുവും ശുക്രനും ഒക്കെ ശുക്രന് 4 വരികയും ഗുരു അവിടെ 4 ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയും കൂടെയൊക്കെ ചെയ്യുമ്പോൾ അത് പൊതുവെ 10 ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ ഗുണാനുഭവം, സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലും നിലവിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും അത് വഴിതെളിക്കും. അത് പൊതുവെ നമുക്ക് തൊഴിൽ സുഖം പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽ സുഖം കൂടുന്ന സമയമാണ്. കലാകാരന്മാർക്ക്, അതുപോലെ പ്രത്യേകിച്ച് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂല സമയമാണ്. അതുപോലെ ബിൽഡേഴ്സ്, അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ്. അപ്പം ആ ശുക്രൻ്റെ രാശിമാറ്റം ഈ മേഖലകളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും, സന്തോഷാനുഭവങ്ങളുണ്ടാകും. കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും അനുകൂല സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, മംഗളകർമ്മങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളുമായിട്ട് എന്തെങ്കിലും പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഗുണാനുഭവം കുടുംബത്തിൽ ഉണ്ടാകുന്ന സമയം കൂടെയാണ്. പൊതുവേ പേഴ്സണൽ തലത്തിലും അതുപോലെ പ്രൊഫഷണൽ തലത്തിലും ഒക്കെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടാവുന്ന, സുഗമമാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രൊഫഷണൽ ഗ്രോത്തിന് സാധ്യതയുണ്ട്. ഫാമിലി, ഫ്രണ്ട്സ് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ചിലപ്പോൾ ഈ സമയത്ത് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബകാര്യങ്ങളിലും ഒക്കെ നമുക്ക് ശ്രദ്ധ കൂടും, തൊഴിലിൽ ശ്രദ്ധ കൂടും. അതുപോലെ തന്നെ നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമൊക്കെ ഉണ്ടാകും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കാണാം. ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും ഗുരു ശുക്രയോഗം കർക്കിടക രാശിയിൽ വരുന്നതും ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ, അതുപോലെ 6ാം ഭാവാധിപനുമാണ് ശുക്രൻ. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ 8-ന് അവരുടെ 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 4 വരെ ആ ശുക്രൻ 3ാം ഭാവരാശിയിൽ ഉണ്ടാകും. 3ാം ഭാവരാശിയിൽ ഇപ്പോൾ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 3ാം ഭാവരാശിയിൽ ഗുരുവും ശുക്രനുമായിട്ട് യോഗം വരുന്നുണ്ട്. ലക്ഷ്മി നാരായണ യോഗം ആ 3ാം ഭാവരാശിയിൽ വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഒരു ഇമോഷണൽ കണക്ഷൻസ് നമുക്ക് തിരികെ വരുന്ന സമയമെന്ന് പറയാം. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് വളരെ ഗുണാനുഭവം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ ഏത് കാര്യത്തിലായാലും അത് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ് ആ ഗുരു ശുക്ര യോഗം 3-ൽ വരിക വഴി. ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഈ പ്രഭാഷണം നടത്തുന്നവർ, എഴുത്തുകാർ, പബ്ലിഷേഴ്സ്, ഇവർക്കൊക്കെ അവരേർപ്പെടുന്ന മേഖലയിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മറ്റ് സർവീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്, അതുപോലെ മറ്റ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാകും. ശുക്രൻ 6ാം ഭാവാധിപത്യവും കൂടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ സർവീസ് തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാവുന്ന സമയമാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളിൽ നിന്നോ അയൽവക്കക്കാരിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നൊക്കെ
ചെറിയ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എങ്കിലും അവിടെ നമ്മൾ ഗുരുവിൻ്റെയൊക്കെ സ്ഥിതി ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് അമിക്കബിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. ഈ ഭാഷാ പഠനമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ നമ്മൾ ഈ കരകൗശല വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ സന്തോഷാനുഭവങ്ങൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനും അത് സാധിക്കാനുമുള്ള ഒരു ധൈര്യം, വീര്യം ഒക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടാകും. ഒരു ഊർജ്ജസ്വലതയുടെ സമയം എന്ന് തന്നെ പറയാം. അതുപോലെ പഠനത്തിലും നമുക്ക് വർക്കിലുമൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ്. നമുക്ക് ഈ ടെസ്റ്റിൽ അതുപോലെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷകളിൽ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമുക്ക് ശാരീരികമായിട്ടുള്ള ക്ഷമത വീണ്ടെടുക്കുന്നതിനൊക്കെ കഴിയും. അതുപോലെ സ്പോർട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പം യോഗ, അതുപോലെ മറ്റ് പരിശീലനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ശാരീരികമായിട്ടുള്ള ഒരു ക്ഷമത വീണ്ടെടുക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ചിലർക്ക് സ്ത്രീ സൗഹൃദങ്ങൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അതുപോലെ ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ യാത്രകൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യുന്നു വരാം. അതുപോലെ അതേസമയം നമ്മൾ അസൂയ, അതുപോലെയുള്ള അത്യാഗ്രഹം, ഇത്തരത്തിലുള്ള നമ്മുടെ മാനസിക നമ്മുടെ പെരുമാറ്റങ്ങൾ, അവയൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സമയത്ത് വേണം. അതുപോലെ പ്രത്യേകിച്ച് ഗുരു 11ാം ഭാവാധിപനും കൂടിയാണ്. അത് ആ ഗുരു 11ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ധനാഗമം കൂടുന്ന സമയവും കൂടിയാണ് എന്ന് തന്നെ പറയാം. ഗുരു ശുക്രൻ 3-ൽ നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അതിൻ്റെ ഭാഗ്യസ്ഥാനമായ 11ലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആരോഗ്യത്തിലും അതുപോലെ ശാരീരികമായിട്ടുമൊക്കെ തന്നെ വളരെ ഊന്നൽ കൊടുക്കുന്ന സമയം എന്ന് പറയാം. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ഇവകളിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രൻ്റെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഉന്നത പഠനം വളരെ ഗുണം ചെയ്യും. മാത്രവുമല്ല, നമുക്ക് നമ്മുടെ സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, അവരുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്തുന്നതിനും അവരുടെയൊക്കെ ഗൈഡൻസ് ഈ സമയത്ത് കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പം വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കും എന്ന് തന്നെ പറയാം. ധനാർജനത്തിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിനും ഈ ഗുരു ശുക്രയോഗം 3-ൽ വരുന്നത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ ഈ ഗുരുശുക്രയോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ 5ാം ഭാവാധിപനാണ്. അതുപോലെ ശുക്രൻ 12ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ ധനസ്ഥാനത്തേക്ക്, ധനഭാവത്തിലേക്ക്, 2ാം ഭാവരാശിയിലേക്കാണ് ജൂൺ 8-ന് രാശി മാറുന്നത്. ജൂലൈ 4 വരെ ആ ശുക്രൻ ധനസ്ഥാനത്തുണ്ടാവും. ധനകാരകനായിട്ടുള്ള ഗുരു അവിടെയുണ്ട്. ഗുരു 2ാം ഭാവരാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അവിടെ സമ്പത്തിൻ്റെ ഗ്രഹമായ ശുക്രനും കൂടെ വരികയാണ്. അങ്ങനെ ഗുരു ശുക്ര യോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം ആ 2ാം ഭാവരാശിയിൽ ധനസ്ഥാനത്ത് വരുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവേ നമുക്ക് ശുക്രൻ 5ാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവേ നമുക്ക് ധനാഗമം കൂടുന്ന സമയം എന്ന് പറയാം. വർക്കിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ഈ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അത് സന്താനങ്ങളെ കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. വിദേശ ബന്ധം വഴിയും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ 12ാം ഭാവാധിപനും കൂടെയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോറിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം കൂടെയാണ്. അപ്പോൾ സർക്കാർ സഹായമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ശുക്രൻ 12ാം ഭാവാധിപനായതുകൊണ്ട് കുടുംബത്തിൽ അല്പ ചെലവ് കൂടാനും സുഖച്ചെലവ്, കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവ് ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
അപ്പോൾ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിലും നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒക്കെ നമ്മളെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ മെച്ചപ്പെടാവുന്ന സമയമാണ്. പൊതുവെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. എങ്കിലും നമ്മൾ കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായതുകൊണ്ട് കുടുംബ ചെലവ് കൂടാനും സാധ്യതയുണ്ട്, മനസ്സിലാക്കുക. കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ദൂരയാത്രകൾ, ഷോപ്പിംഗ്, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ആ ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള ഒരു ശ്രമമാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2 ശുഭഗ്രഹങ്ങളാണ് ആ ധനസ്ഥാനത്ത് നിൽക്കുന്നത്, ശുക്രനും അതുപോലെ ഗുരുവും. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം ആ 2 നമ്മുടെ കുടുംബസ്ഥാനത്ത്, ധനസ്ഥാനത്ത് ശക്തമായി നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെലവുകളൊക്കെ കൺവേർട്ട് ചെയ്ത് ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു സമ്പാദിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മുടെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചിലർ ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ചേരുന്നതിനോ ഇൻഷുറൻസിൽ പണം മുടക്കുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്കീമുകളിലൊക്കെ കാശ് മുടക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഫിക്സഡ് ഡിപ്പോസിറ്റിനും ചിലപ്പോൾ പണം നിക്ഷേപിക്കാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു കരുതലിൻ്റെ സമയം എന്നും കൂടെ പറയാം. അതുപോലെ നമുക്ക് ഈ വായ്പാ പണം തിരിച്ചടയ്ക്കാനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അപ്പം പൊതുവേ നമ്മൾ കുടുംബത്തിൽ നമുക്ക് സന്തോഷാനുഭവങ്ങൾ, മംഗളകർമ്മങ്ങൾ, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒത്തുചേരൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് നല്ല ഒരു ഭോജന സുഖം അനുഭവപ്പെടാവുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 2 ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് കഴിവതും അനാവശ്യ ചിലവൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ളൊരു കരുതൽ, നിക്ഷേപം, അതുപോലെ ഇൻഷുറൻസ് പോലെയുള്ള പരിരക്ഷാ പദ്ധതികളിലൊക്കെ ചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ അന്നദാനം, അതുപോലെ ഡൊണേഷൻ, അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ പണം ചെലവ് ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. പൊതുവെ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് മാറുന്നതും അതുപോലെ കർക്കിടക രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് ഗുരു നിൽക്കുന്നതും അവിടെ ജന്മരാശിയിൽ ഗുരു ശുക്ര യോഗം വരികയും ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ 4ാം ഭാവാധിപനാണ്. അതുപോലെ ശുക്രൻ 11ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലേക്കാണ് ജൂൺ 8 രാശി മാറുന്നത്. ജൂലൈ 4 വരെ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ജന്മരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ജന്മരാശിയിൽ ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്നു. ലക്ഷ്മി നാരായണ യോഗം ജന്മരാശിയിൽ ലഗ്നരാശിയിൽ വരുന്ന സമയമാണ്. അപ്പം പൊതുവെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ സന്തോഷാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ ശാരീരികമായിട്ടുള്ള സുഖം, ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. കൂടുതൽ ആകർഷകമായിട്ട് നമ്മുടെ ശരീരം ആകർഷകമാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതിനൊക്കെ ആയിരിക്കും ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത്. അതുപോലെ കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ധനാഗമം കൂടുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടുപോകും. പൊതുവെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ കൂറുകാർക്ക് ഉണ്ടാകും. കലകളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കൂടുതൽ വാങ്ങുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. സുഹൃത്തുക്കൾ, അതുപോലെ സോഷ്യൽ സർക്കിള്, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവർ വഴിയൊക്കെ നമുക്കെന്തെങ്കിലും ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ്.
ചിലർക്ക് മാതൃസ്വത്തുക്കളുടെ അനുഭവമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. സമൂഹത്തിലെ പ്രത്യേകിച്ച് ഉന്നതരായിട്ടുള്ള വ്യക്തികളെ ചിലപ്പോൾ കണ്ടുമുട്ടുന്നതിനും അതുവഴി നമുക്ക് ഒരു ഗുണാനുഭവം അവരിൽ നിന്നുണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്തു എന്ന് വരാം. അതുപോലെ നമുക്ക് ഈ ഫോറിൻ റിലേഷൻഷിപ്പ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടാവുന്ന സമയമാണ്. പഴയ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിച്ചു പോകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ദിനചര്യകളൊക്കെ ഗുണകരമാകുന്ന സമയം എന്ന് തന്നെ പറയാം. ശുക്രൻ 11ാം ഭാവത്തിൻ്റെ പ്രത്യേകിച്ച് 3-ലായതുകൊണ്ട് യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജുവലറി ബിസിനസ്സുകാർ, അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്നവർ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് അതൊക്കെ ഡീൽ ചെയ്യുന്നവർ, ബ്രാൻഡഡ് ക്ലോത്ത്സുകൾ, അതുപോലെ വെഹിക്കിൾസ്, ലക്ഷറി ഐറ്റംസ് ഇവയൊക്കെ ഡീൽ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും അനുകൂല സമയമാണ്. അപ്പം അതുപോലെ തന്നെ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക്, കലാകാരന്മാർക്ക് ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അവരുടെയൊക്കെ മേഖലകളിൽ അവർക്ക് നേട്ടങ്ങളുണ്ടാകും. പൊതുവെ നമുക്ക് ഭൗതിക സുഖത്തിൻ്റെ ഒരു സമയം എന്ന് തന്നെ പറയാം. കാരണം ജന്മരാശിയിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണ്. ലക്ഷ്മി, നാരായണൻ 2 ഗ്രഹങ്ങൾ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷാനുഭവം അവർക്ക് ഈ സമയത്തുണ്ടാകും. ഭൗതിക സുഖം ഉണ്ടാകുന്ന സമയമാണ്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും അവയൊക്കെ പരിഹരിക്കുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ധനം ചെലവ് ചെയ്യുന്നതിൽ അല്പം ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. തൊഴിൽ അന്വേഷണമൊക്കെ ശക്തമാകും. തൊഴിലെടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.